ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൂട്ടക്കുരുതിക്കെതിരായി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വംശഹത്യ, ഒരു വംശം തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കുട്ടികളെയും സ്ത്രീകളെയും പൂർണ്ണമായിട്ട് സർവനാശം, ആ സർവനാശത്തിലേക്ക് നയിക്കുന്ന ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പിന്തുണയാണ്. ഇസ്രയേലിന് അമേരിക്കയുടെ പിന്തുണയാണ്. ആ പിന്തുണയോടൊപ്പം തന്നെ പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ നിൽക്കുകയാണ്. നമുക്ക് അപമാനകരമായ ഒരവസ്ഥയാണ്. തീവ്ര വലതുപക്ഷത്തിൻ്റെ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് അമേരിക്ക നിലകൊള്ളുന്നത്. സാമ്രാജ്യത്വം പൊതുവെ ആ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രം ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്ന, അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായി പ്രവർത്തിക്കുന്ന BJPയും സംഘപരിവാര വിഭാഗങ്ങളും ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ ശക്തികളെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ മനസ്സിലാക്കാതെ ഇന്ത്യയെ അപമാനിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. അപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വമാണെങ്കിൽ പൂർണ്ണമായിട്ട് ഇസ്രയേലിന് അനുകൂലമാണ്. മിനിഞ്ഞാന്ന് 20 പോയിന്റ് സമാധാനത്തിനു വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് ഞാനാണ്. അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞു, 7 യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത ലോകത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു പ്രസിഡന്റ് ട്രംപ് എന്ന ഞാനാണ്. അത് വെറുതെ പറഞ്ഞതല്ല. ആ ട്രംപ് എന്ന എനിക്ക് ഇപ്രാവശ്യത്തെ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം തരിക തന്നെ വേണം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പരസ്യമായിട്ട് പറയുകയാണ്. സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം വേണമെന്ന് പറയുന്ന ട്രംപാണ് ഇസ്രയേലിൻ്റെ പൂർണ്ണമായ പിന്തുണ നൽകി, ഇസ്രയേൽ നേതൃത്വം നൽകി 70,000-ത്തിലധികം വരുന്ന പാലസ്തീനിലെ പാവപ്പെട്ട അതുപോലെ തന്നെ ഇടത്തരക്കാരായ മനുഷ്യരെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഒരു 70,000 ആളുകളെ ഇല്ലായ്മ ചെയ്തു. ഇനി അതിൻ്റെ കണക്കുകളൊന്നും പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് മാധ്യമങ്ങളെല്ലാം പറയുന്നത് ഈ 70,000-ത്തിനടുത്ത് ആളുകളെ കൊന്നൊടുക്കി എന്നാണ്. മാത്രമല്ല, ഈ ഇന്ത്യ സമാധാനപരമായ രീതിയിൽ ലോകരാഷ്ട്രങ്ങളുമായി പഴയ കാലത്ത് ചേരിചേര വ്യവസ്ഥയുടെ ഭാഗമായി മുമ്പോട്ടേക്ക് പോയപ്പോൾ അന്ന് ഇന്ത്യയെ സഹായിക്കാൻ ഉൾപ്പെടെ ആദ്യം അമേരിക്ക ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നെഹ്റു ഗവൺമെൻറ് തന്നെ അവരെ കാണുന്നതിന് വേണ്ടി അമേരിക്കയിൽ പോയപ്പോൾ അമേരിക്ക ഒന്നും തയ്യാറുണ്ടായിരുന്നില്ല. അന്ന് പക്ഷേ സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്നു. ആ സോവിയറ്റ് റഷ്യ ലോകത്തെമ്പാടുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് ആവേശം നൽകി ഭരണ സംവിധാനത്തെ ഉപയോഗിച്ച് കടന്നാക്രമങ്ങളെ പ്രതിരോധിച്ച് ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ നായകനായി ഈ ഭൂമുഖത്തുണ്ടായിരുന്നു. അന്ന് ഒരുപാട് ആളുകൾ സോവിയറ്റ് റഷ്യക്കെതിരായിരുന്നു. സോവിയറ്റ് റഷ്യ തകർന്നു പോയപ്പോൾ ആഹ്ലാദത്തോടുകൂടി സോവിയറ്റ് റഷ്യയുടെ കഥ കഴിഞ്ഞതിനെ പറ്റി പ്രസംഗിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു, കേരളത്തിലുൾപ്പെടെ. ഞാൻ ആളുകളെ പറ്റിയൊന്നും പ്രസംഗിക്കുന്നില്ല, പറയുന്നില്ല, പക്ഷെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ആ സോവിയറ്റ് റഷ്യ ഉള്ളപ്പോഴാണ് അറബ് രാജ്യങ്ങൾക്ക് നേരെ കടന്നാക്രമണം നടത്തുന്നതിൻ്റെ ഭാഗമായി സൂയസ് കനാൽ തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിശക്തിയായ സമ്മർദ്ദം വന്നത്. തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചത്. അത് തുറന്നു കൊടുത്തേ അടങ്ങൂ എന്ന വാശി. ആ വാശിയുടെ ഭാഗമായിട്ട് അമേരിക്കൻ കപ്പൽപ്പട മുന്നോട്ടേക്ക് നീങ്ങുമ്പോഴാണ് സോവിയറ്റ് റഷ്യ പറഞ്ഞത്, ഞങ്ങളായിരിക്കും പ്രതിയോഗികൾ. സൂയസ് കനാലിൻ്റെ പ്രശ്നത്തിൽ അറബ് മേഖലയിൽ കടന്നാക്രമണത്തിന് വന്നാൽ ഞങ്ങളായിരിക്കും പ്രതിയോഗി, ഞങ്ങളാണ് അതിനെ പ്രതിരോധിക്കുക.
ആ നിമിഷം അവിടെ തങ്കൂരമിട്ട് നിർത്തിയിട്ടുണ്ട് കപ്പൽപ്പടയെ. അതാണ് സോവിയറ്റ് റഷ്യ. ശാക്തിക ബലാബലത്തിൽ അമേരിക്കയെയും അതുപോലെ തന്നെ ലോകത്തിലെ സാമ്രാജ്യത്വത്തെയും വെല്ലുവിളിക്കാനുള്ള രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനുഭവം കൂടിയുള്ള സോവിയറ്റ് റഷ്യ, ഫാസിസത്തെ തകർക്കുന്നതിന് നേതൃത്വം കൊടുത്ത സോവിയറ്റ് റഷ്യ, അവരാണ് അറബ് രാജ്യങ്ങളുടെ തണലായി ഉണ്ടായിരുന്നത്. ഇനി അറബ് രാജ്യങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യ എടുക്കാം. നിങ്ങൾ ഓർക്കുന്നില്ലേ ബംഗ്ലാദേശിന്റെ പ്രശ്നം? ബംഗ്ലാദേശ് സ്വതന്ത്രമായി മുമ്പോട്ടേക്ക് പോകുന്നൊരു ഘട്ടം. ആ ഘട്ടത്തിൽ ഇന്ത്യയുടെ നല്ല പിന്തുണയുണ്ടായിരുന്നു. ആ പിന്തുണ മനസ്സിലാക്കിയിട്ട് പാകിസ്ഥാൻ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അമേരിക്കയെ അവരാഗ്രഹിച്ചതുപോലെ ഒരു യുദ്ധത്തിലേക്ക് നീക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അറബിക്കടൽ വഴി, ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും അറബിക്കടൽ വഴി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ബംഗാൾ ഉൾക്കടലിലേക്ക്. ഞങ്ങളെ കപ്പൽപ്പട പുറപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുടെ ഗീർവാണം. ഒറ്റ സെക്കൻഡ് സോവിയറ്റ് റഷ്യ പറഞ്ഞു, നിങ്ങളുടെ 7ാം കപ്പൽപ്പട പുറപ്പെട്ടാൽ ഞങ്ങളുടെ 8ാം കപ്പൽപ്പട അതിൻ്റെ തൊട്ട് പിന്നിലുണ്ട്. ഇന്ത്യയെ സഹായിക്കാനുള്ള ബാധ്യത ഞങ്ങൾ കരാറിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു. ആ സോവിയറ്റ് റഷ്യയുടെ ഒറ്റ പ്രഖ്യാപനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിന്റെ കപ്പൽപ്പട നെങ്കൂരമിട്ട് നിർത്തി. അതാണ് ലോകത്തിന്റെ അന്നത്തെ അവസ്ഥ. ഇന്ത്യയെ പോലെയുള്ള 3-4 ലോകരാജ്യങ്ങൾക്ക്, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് താങ്ങും തണലുമായി സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കരുത്തുറ്റ പോരാളിയായി ഈ ലോകത്തെ സഹായിച്ചുകൊണ്ട് അന്ന് സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്നു. അതിനെ മറികടക്കാനെന്നുള്ള ശേഷി, കഴിവ് അന്ന് അമേരിക്കക്ക് ഉണ്ടായിരുന്നില്ല. ആ അമേരിക്ക എല്ലാ സന്ദർഭങ്ങളിലും മുട്ടുമടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് അങ്ങനെ ഒരു ശക്തിയില്ല. 3-4 ലോകരാജ്യങ്ങളെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വികസിത രാഷ്ട്രങ്ങളെയെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിവുള്ള, ശേഷിയുള്ള ഒരു രാഷ്ട്രം സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു കരുത്ത് ഇന്ന് നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി എന്തെല്ലാം പറഞ്ഞാലും ലോകസമാധാനത്തിന്റെ ഗ്യാരണ്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സോവിയറ്റ് റഷ്യ ഉൾപ്പെടെയുള്ള കരുത്തുറ്റ രാഷ്ട്ര സമുച്ചയങ്ങളും. ഒരു സംശയവും വേണ്ട. ഇന്ന് ആ രീതിയിലുള്ള ഒരു കരുത്ത് നമുക്കില്ല. നാളെ സ്വാഭാവികമായിട്ടും ജനകീയ ചൈനയും അതിൻ്റെ സാമ്പത്തിക ശേഷിയും അതിൻ്റെ ഭാഗമായിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഒക്കെ സ്വാഭാവികമായിട്ടും ഉപകരിച്ചു എന്ന് വരാം. പക്ഷെ ഇന്നില്ല. അതിൻ്റെ അനന്തരഫലമാണ് നമ്മളിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഗാസക്കെതിരായിട്ട്, പലസ്തീനെതിരായിട്ട് ഒരു അമേരിക്കക്കും അതുപോലെ തന്നെ ഒരു ഇസ്രയേലിനും അതിന് പിന്തുണ നൽകുന്ന ഇന്ത്യക്കും ഒരു കൈവിരലനക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ചരിത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് നന്നാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ്.